അസ്സലാമു അലൈക്കും. ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമുക്ക് ആരൊക്കെ ടെസ്റ്റ് ചെയ്യാം, നമുക്ക് ഇസ്ലാമിക് അവരുടെ നോളജ് ടെസ്റ്റ് ചെയ്യാം. ആരൊക്കെ ഉത്തരം പറയുന്നു, ആരൊക്കെ ഉത്തരം പറയുന്നില്ല എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്താ പേരെന്താണ്? റിഫാസ് അല്ലേ? എവിടെയാണ് നാട്ടില്? കണ്ണൂർ. ഓ, കണ്ണൂരാണല്ലേ. അപ്പോൾ ഇവിടെ സ്ഥിരം വരുത്തുണ്ടോ? സ്ഥിരം വരാറുണ്ട്. എൻ്റെ അടുത്ത് തന്നെ താമസം. ഹിബ്രു ഭാഷയിൽ ആദം നബിയുടെ അർത്ഥം എന്താണ്? അറിയില്ല. ഇക്കയുടെ പേരെന്താണ്? റഫീഖ്. അപ്പം ഇക്ക നാട്ടിലെവിടെ? തൃശ്ശൂർ. നമുക്ക് എന്നാൽ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഹിബ്രു ഭാഷയിൽ ആദം നബിയുടെ അർത്ഥം എന്താണ്? ഹിബ്രു ഭാഷയിൽ? അതെ. ഇക്കയുടെ പേരെന്താണ്? ഓ, ഉമ്മർ. ഉമ്മർക്ക് എവിടെയാ നാട്ടില്? തൃശ്ശൂര്. ഇവിടെ കുറെ കാലമായോ? കുറച്ച് കാലമായി അല്ലേ? ഹിബ്രു ഭാഷയില് ആദം നബിയുടെ അർത്ഥം എന്താണ്? അറിയില്ല. എന്താണ് ഇക്കയുടെ പേരെന്താണ്? സുഭാഷ്. അപ്പോൾ നാട്ടിലെവിടെയാണ്? നാട്ടില് കുറ്റിപ്പുറം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ആദം നബീനെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പം ആദം നബിയുടെ ഹീബ്രു ഭാഷയിൽ എന്താണ് ആദം നബിയുടെ അർത്ഥം? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഹിബ്രു ഭാഷയിലല്ലേ? അതെ, ശരി. അതെ, താങ്ക്സ്. അപ്പൊ ഇക്കടെ പേരെന്താണ്? എന്റെ പേര് മമ്മൂക്കയ. കുറെ കാലമായി അബുദാബിയിലെ? ഞാനിവിടെ 10-22 വർഷമായി. ഹിബ്രു ഭാഷയിൽ ആദമിന്റെ അർത്ഥം എന്താണ്? അർത്ഥം അറിയില്ല കേട്ടോ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഹസൻ അലി. നിങ്ങളെവിടെ? നാട്ടിലെവിടെ? ഞാൻ മലപ്പുറം. നമുക്ക് എന്നാ ക്വസ്റ്റ്യനിലോട്ടേക്ക് കിടക്കാം. ഓക്കെ. ആദം നബീനെ അറിയില്ലേ? ഓക്കെ. അതില് ആദത്തിന്റെ, ആദം എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ എന്താണ് അർത്ഥം? എന്താണ് ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് ജോസഫ്. ചേട്ടൻ എവിടെ? ഞാൻ തൃശ്ശൂരാണ്. ഈസ അലൈഹി സ്വലാം എന്ന് കേട്ടിട്ടുണ്ടോ? ഈസ കേട്ടിട്ടുണ്ടോ? ഈശോ കേട്ടിട്ടുണ്ട്. ഈസ അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട പുസ്തകത്തിന്റെ പേരെന്താണ്? ബൈബിളായിരിക്കും. ബൈബിളാണ്. കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. ഫാത്തിമ നൽകുന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആണ്. ഓക്കെ. അങ്ങനെ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു. കുറച്ചുപേർ ഉത്തരം പറഞ്ഞു, കുറച്ചുപേർ ഉത്തരം പറഞ്ഞില്ല. നമുക്ക് നാളെ വീണ്ടും വരാം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമല്ല, ഒരു മികച്ച അധ്യാപകൻ, വാഗ്മി, ചിന്തകൻ, എഴുത്തുകാരൻ എന്ന നിലയിലൊക്കെ നമുക്ക് സുപരിചിതനാണ്. ഹജ്ജ് കമ്മിറ്റിയുടേതടക്കം മുഖ്യ ചുമതലകൾ വഹിച്ചിട്ടുള്ള ആ പണ്ഡിതൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ റമദാൻ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കിടുകയാണ്. റംസാൻ പുണ്യമായ ഒരു മാസമാണ്. ഈ മാസം പലതുകൊണ്ടും പവിത്രമായിട്ടുള്ളതാണ്. ഈ മാസത്തിൽ നമുക്ക് നമ്മുടെ സഹോദരന്മാരോട്, ലോകജനങ്ങളോട് നൽകാനുള്ള മെസ്സേജ് ശാന്തിയും സമാധാനവും അതുപോലെ എല്ലാവരോടുമുള്ള സൗഹൃദവും ജനങ്ങൾക്ക് കൈമാറുക എന്നതാണ്. സൗഹൃദം തൻ്റെ ധനത്തിൽ തനിക്ക് അല്ലാഹു നൽകിയ കഴിവ്, സമ്പത്ത്, ആ സമ്പത്ത് മറ്റുള്ള ആളുകൾക്ക് കൂടി ഉപയോഗപ്പെട്ടതായിരിക്കണം. തനിക്ക് മാത്രമുള്ളതല്ല. ദൈവം തമ്പുരാൻ നൽകിയിട്ടുള്ള ഈ സമ്പത്ത് അത് ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഈ കൊടുക്കാനുള്ള ഈ മെസ്സേജാണ് ആദ്യമായി പ്രവാചകനും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിലൂടെ ഈ മെസ്സേജാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരായ ഗൾഫ് രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന സഹോദരന്മാർ, ആ സഹോദരന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധനം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവരുടെ സൗകര്യങ്ങൾ തന്നെക്കാണ കഴിവ് കുറഞ്ഞവരായ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു പ്രാർത്ഥനയും ഈ പുണ്യമായ റമദാനിൽ നാം ചൊല്ലി വരാറുണ്ട്. റഹ്മത്തിൻ്റെ മാസം. അല്ലാഹുമ്മ ർഹംനി യാ അർഹമർ റാഹിമീൻ. കരുണ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ, പടച്ചവനെ എന്ന്.
കരുണ അവന് ലഭിക്കുന്നതോടുകൂടി പാവപ്പെട്ട ആളുകളിലേക്ക് കരുണ നൽകാനുള്ള ഒരു സന്ദേശവും കൂടി ഇവിടെ നൽകപ്പെടുകയാണ്. ഈ നിലക്ക് റമദാൻ സർവ്വജനങ്ങൾക്കും സാഹോദര്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ആദരവിൻ്റെ മെസ്സേജുകൾ നൽകുകയാണ്. ഈ ജീവൻ TV നൽകിയിട്ടുള്ള ഈ മെസ്സേജിൽ പങ്കെടുത്തതിൽ സന്തുഷ്ടനാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്ദേശങ്ങൾ, എൻ്റെ മെസ്സേജുകൾ, റമദാനിൻ്റെ ഈ ആശംസകൾ ഞാൻ അർപ്പിച്ചുകൊള്ളും. Listen, I plan to gift you a Nissan Petrol. I also plan to gift you a diamond necklace. Wow. UAE Exchange Money Majlis. Transact at any of the UAE Exchange branches in the UAE. Win mega prize Nissan Petrol. Second prize national bonds worth 50,000 dirhams. Win a diamond necklace daily. Supported by UBL Pakistan, BNI, IDBI, South Indian Bank, Himalayan Bank, Sampath Bank and National Bonds. So you two have sent money, right? Hi, this is Shreya Ghoshal and I'm wishing the entire team of White Pepper Media lots of luck, lots of best wishes, and may you continue to do the, great work like what you're doing. All the best, keep rocking. ഡോർ ടു ഡോർ കാർഗോ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പോപ്പുലർ കാർഗോ LLC അബുദാബി ഇപ്പോൾ മുസഫ ഐക്യാഡിലും എല്ലാവിധ പാഴ്സലുകളും ഇന്ത്യയിൽ എവിടെയും സുരക്ഷിതമായി വളരെ വേഗത്തിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ. Fatima Supermarket and Department Stores Grand Eid Offer. Buy 2, get 1 free on ready-made textiles, sarees and footwear. Rush now. Offer valid till 31st August at all Fatima Supermarket outlets and Al Bateen Mall. Fatima Hypermarket, Supermarket and Shopping Centers across UAE and Oman. Oasis Car Wash. Preserve the health of your automobile. We use only the highest quality products and equipment to ensure the best of your car. Oasis Cool Auto Accessories for graphics and crystal items, banners and posters, quality cooling films and carbon fiber stickers. Oasis provide the best solutions on time to make our clients' vision a reality. Trust across generations. UAE Exchange, world's trusted money transferer. പ്രവാസ ലോകത്ത് ജനിച്ചു വളർന്ന കുട്ടികളെക്കുറിച്ച് നമ്മളൊക്കെ ആശങ്കപ്പെടാറുണ്ട്. ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ക്രൈസിസ് നേരിടുന്നവരാണ് ഈ കുട്ടികൾ എന്നാണ് പറയാറുള്ളത്. അവരുടെ മാതാപിതാക്കൾ വിട്ടേച്ചു പോകുന്ന ഭൂമിയുടെ സംസ്കാരമോ അവർ ജനിച്ചു വളർന്ന ഈ ഭൂമിയുടെ സംസ്കാരമോ രണ്ടും പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയാതെ ഇതിനിടയിൽ എവിടെയോ ഒരു സങ്കര സംസ്കാരത്തിൽ വളരേണ്ടി വരുന്നവർ. പക്ഷേ അവർക്കുമുണ്ട് അവരുടേതായ മൗലികതകൾ. നമുക്കറിയാം, ഇന്നത്തെ ഈ ഇഫ്താർ സംഗമത്തിൽ അങ്ങനെയൊരു കൂട്ടമാണ് ഒന്നിക്കുന്നത്. ഈ പ്രവാസഭൂമിയിൽ ജനിച്ചു വളർന്ന, ഒന്നിച്ചു പഠിച്ചു വളർന്ന ഒരു സംഘം. എൻ്റെ പേര് ജാബർ, ഇത് സൂരജ്, ഷാബിൽ, ജനീസ്. നമ്മളൊക്കെ ഇവിടെ പഠിച്ചു വളർന്ന് ഇവിടെ തന്നെ ജനിച്ച് ഒന്നിച്ച് കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാണ്. നമ്മളെല്ലാ കൊല്ലവും ഇഫ്താർ സംഘം നടത്തും. നാടൻ സ്റ്റൈലിൽ തന്നെ, നാടൻ ഫുഡായിട്ട് തന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്യും, നമ്മൾ തന്നെ ഇതാക്കും. ഇപ്രാവശ്യം എൻ്റെ വീട്ടിൽ വെച്ചാണ് ഇഫ്താർ.
പേര് സൂരജ്. ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ച് വളർന്നത്. ഒരു ഹിന്ദു ആയാലും പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് മിക്കതും മുസ്ലിംസാണ്, ക്രിസ്ത്യൻസാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു ഹോളി മന്ത് നല്ല രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് ജാബർ, ഞാനും ജാബർ ഇപ്പോൾ ഏതാണ്ട് ഒരു 10-13 വർഷമായിട്ട് നല്ലൊരു ഫ്രണ്ടാണ്. എല്ലാ വർഷവും നമ്മൾ ജാബറിൻ്റെ വീട്ടിൽ നോമ്പ് മുറിക്കാൻ വരും. അത് ഇവിടെ വരുന്ന ഒരു പ്രത്യേക രീതി എന്ന് വെച്ചാൽ നമ്മളെ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും നമ്മളാണ് ഫുൾ അറേഞ്ച്മെൻറ്റ് എല്ലാം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇഫ്താർ വിത്ത് കോയയുടെ ഇന്നത്തെ ലക്കം ഇവിടെ സമാപിക്കുകയായി. നമ്മുടെ വിശ്വപ്രപഞ്ചത്തിൻ്റെ വിസ്മയ കാഴ്ചകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും അപരിമേയമായ ഈ അത്ഭുത സത്യങ്ങൾ ഓരോ തവണയും പേർത്ത് ഓർക്കുകയും അത് സൃഷ്ടിച്ചവനിൽ കൂടുതൽ ആദരമർപ്പിക്കുകയും ചെയ്യുന്ന സമൂഹമായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശങ്ങൾ പതിവ് പോലെ എഴുതുക. വിലാസം സൂചിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നാളെ സംഗമിക്കാം ഇതേ സമയം. ഇന്നിപ്പോൾ നന്ദിയോടെ വിട. അസ്സലാമു അലൈക്കും.